മനുഷ്യ മനസ്സിനെ ശാന്തിയുടെ അത്യുന്നതങ്ങളിലേക്ക് നയിക്കുന്ന സമഭാവനയുടെ കേന്ദ്രം സമീക്ഷ. ഫാദർ നമസ്കാരം. യാദൃശ്ചികമായ യാത്രയിലുള്ള ഒരു സമയത്താണ് ഞങ്ങൾ സമീക്ഷയിലേക്ക് എത്തുന്നത്. ഈ സമീക്ഷയുടെ നാമകരണത്തെ പറ്റിയിട്ടൊന്ന് പറയാമോ? സമീക്ഷ തുടങ്ങിയത് 1986-ലാണ്. സമീക്ഷയുടെ ഈ പ്രകൃതി രമണീയമായിട്ടുള്ള ആശ്രമം പൂർണ്ണ നദീ തീരത്ത് ഒരു സ്ഥലം കണ്ടുപിടിക്കാൻ സാധിച്ചു. അത് ഈശ്വരാനുഗ്രഹമാണ് എന്ന് ഞങ്ങൾക്ക് അനുഭവപ്പെട്ടു. വളരെയേറെ മരങ്ങൾ കൊണ്ട് നിബിഡമാണ് സമീക്ഷ ക്യാമ്പസ്. ഒരു ആശ്രമത്തിൻ്റെ ശൈലിയിലാണ് ഇത് സംവിധാനം ചെയ്തിരിക്കുന്നത്. ആശ്രമങ്ങൾ ഭാരതീയ നവോത്ഥാനത്തിൻ്റെ ആധ്യാത്മിക പിൻബലം കൊടുക്കുന്നവയാണല്ലോ. സമീക്ഷയ്ക്ക് സമീക്ഷ എന്ന പേരിടാനുള്ള കാരണം യജുർവേദത്തിലെ ഒരു ശ്ലോകമാണ്. മിത്രസ്യ ചക്ഷുഷാ സമീക്ഷാമഹേ എന്ന് യജുർവേദത്തിൽ പറയുന്നുണ്ട്. അപ്പൊ അതിൽ നിന്നാണ് സമീക്ഷ എന്ന നാമം ഞങ്ങൾ എടുത്തത്. ഒരു ആശ്രമത്തിൻ്റെ ശൈലിയിലാണ് ഇത് സംവിധാനം ചെയ്തിരിക്കുന്നത്. വിവിധ മതങ്ങളിൽ പെടുന്നവർക്ക് സഹോദരങ്ങളായി തീർത്ഥാടകരായി ഒന്നിച്ചു വരാനുള്ള ഒരു ഇടം സൃഷ്ടിക്കുക എന്നതാണ് സമീക്ഷ കൊണ്ട് അർത്ഥമാക്കിയിരുന്നത്. വിവിധ മതങ്ങളിൽ പെടുന്നവർ ധാരാളമായിട്ട് ഇവിടെ വരുന്നുണ്ട്. നദീതീരത്ത് ഒരു 2 ഏക്കർ സ്ഥലം ഞങ്ങൾക്ക് മേടിച്ചു. അതിലാണ് സമീക്ഷ തുടങ്ങിയത്. കാലടി തിരഞ്ഞെടുക്കാനുള്ള കാരണം അദ്വൈത ഭൂമിയാണല്ലോ. ഇപ്പോ നിലവിൽ ഇവിടെ എന്തെല്ലാം കോഴ്സുകൾ ചെയ്യുന്നുണ്ട്? പഠനങ്ങൾ. രണ്ടാമത്തെ ഒരു മേഖല നമ്മൾ പ്രവർത്തിക്കുന്നത് ഒരു കൗൺസിലിംഗ് സെന്റർ ഇവിടെ സമർത്ഥമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ആത്മമിത്ര എന്ന പേരിൽ. അവരാണ് NLP, ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിംഗ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം നടത്തുന്നുണ്ട്. അതിൽ വിവിധ മതവിശ്വാസികൾ പങ്കെടുക്കുന്നുണ്ട്, ധാരാളമായിട്ട് പങ്കെടുക്കുന്നുണ്ട്. ഒരു 30-40 പേര് ഓരോ പ്രാവശ്യവും പങ്കെടുക്കുന്നുണ്ട്. അതും വിവിധ മതങ്ങളിൽ പെടുന്നവർ. കൗൺസിലിംഗ് ആണ് പ്രധാനമായിട്ടും അവർ ചെയ്യുന്നത്. മൂന്നാമത്തെ ഒരു മേഖല മറുനാടൻ തൊഴിലാളികളുടെ ഇടയിലുള്ള ഒരു പ്രവർത്തനം. മറുനാടൻ തൊഴിലാളികൾക്ക് അവരാണ് നമ്മുടെ ഇക്കോണമി
നിലനിർത്തുന്നത്, കേരളത്തിന്റെ ഇക്കോണമി നിലനിർത്തുന്നത്. അവര് പോയാൽ ഇക്കോണമി പാടെ നിലം പതിക്കും. അപ്പോ അവരെ ആവശ്യമാണ്, അവരെ ഇഷ്ടമില്ല. അതാണ് മലയാളിയുടെ സ്വഭാവം. അപ്പോ അതിൽ അവർക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഇടപെടുന്നത് ജീവിക എന്ന ഒരു പ്രസ്ഥാനമാണ്. ജീവികയുടെ ആസ്ഥാനവും ഇത് തന്നെ, സമീക്ഷ ആശ്രമം. നിലവിൽ സമീക്ഷയില് ഇപ്പോൾ അന്തേവാസികൾ എത്ര? 6 സന്യാസ വൈദികരാണ് ഇവിടെ ഉള്ളത്. അതിനുശേഷം അതുകൂടാതെ അതിഥികളായിട്ട് കുറെ പേര് ഇവിടെ താമസിക്കുന്നുണ്ട്. ദാർശനിക വിഷയങ്ങളെ പറ്റിയുള്ള പുസ്തകങ്ങൾ മാത്രമേ ഇവിടെയുള്ളൂ. വിവിധ മതങ്ങളിൽ പെടുന്നവർക്ക് വായിക്കാവുന്ന പുസ്തകങ്ങൾ, വിവിധ മതങ്ങളുടെ സ്പിരിച്വൽ ക്ലാസിക്സ് ഇവിടെയുണ്ട്. ലൈബ്രറിയുടെ ഘടന ഇതാണ്. വിവിധ മതങ്ങളെ പറ്റിയുള്ള പുസ്തകങ്ങൾ, ഇവിടെ ആത്മീയത, അവിടെ മിക്സഡ് പല വിഷയങ്ങളെ പറ്റിയുള്ളത്, ഇവിടെ ക്രിസ്ത്യൻ തിയോളജി. അങ്ങനെയാണ് ലൈബ്രറി സംവിധാനം ചെയ്തിരിക്കുന്നത്. നമസ്കാരം. ഇത് സമീക്ഷ, ജഗദ്ഗുരു ശങ്കരാചാര്യസ്വാമികളുടെ ജന്മസ്ഥലമായ കാലടിയിലുള്ള സമീക്ഷ, ജസ്യൂട്ട് സഭയുടെ കീഴിലുള്ള സമീക്ഷ, പെരിയാറിൻ്റെ തീരത്തുള്ള സമീക്ഷ ഒരു സർവധർമ്മ സമഭാവനയുടെ കേന്ദ്രമാണ്. 40 വർഷങ്ങൾക്ക് മുമ്പ് ഏകദേശം ഈ പ്രസ്ഥാനം ഇവിടെ ഉടലെടുത്തു. ഇതിൻ്റെ ഫൗണ്ടർ ഡോക്ടർ സെബാസ്റ്റ്യൻ പൈനാടത്ത്. അദ്ദേഹത്തിൻ്റെ ആദർശപ്രകാരം ഒരു സർവമത സമഭാവനയുടെ കേന്ദ്രം, എല്ലാ മതങ്ങളുടെയും ദാർശനികമായ കാര്യങ്ങൾ പഠിക്കാനുള്ള ഒരു കേന്ദ്രം. ആ കേന്ദ്രത്തിൻ്റെ പ്രധാനപ്പെട്ട ഉറവിടമാണ് ഇത്. യൂണിവേഴ്സൽ ടെമ്പിളാണ് ഈ കാണുന്നത്, വിശ്വമത ക്ഷേത്രം. അവിടെ ഹിന്ദുക്കളുടെ ഭഗവത്ഗീതയും ക്രിസ്ത്യാനികളുടെ ബൈബിളും മുഹമ്മദീയുടെ ഖുറാനും സ്വരാഷ്ട്രീയരുടെ സെൻറ്റ് അവസ്ഥയും ബൗദ്ധന്മാരുടെ ധർമ്മപദവും എല്ലാം ഇതിൻ്റെ ഉള്ളിലുണ്ട്. അപ്പോൾ വഴികൾ പലതാണെങ്കിലും ലക്ഷ്യം ഒന്നാണെന്നുള്ള അദ്വൈത സിദ്ധാന്തത്തെ പ്രായോഗികമാക്കാനുള്ള ഒരു കേന്ദ്രമാണ് സമീക്ഷ.
സമീക്ഷ ജെസ്യൂട്ട് സഭയുടെ കീഴിലാണ്. ജെസ്യൂട്ട് സഭ ഇഗ്നേഷ്യസ് ലയോള എന്ന് പറയുന്ന ഒരു വിദേശജാതൻ, മലയാളികളെ സംബന്ധിച്ച്, ഭാരതീയരെ സംബന്ധിച്ച് അങ്ങനെ പറയാൻ പറ്റുള്ളൂ, വിദേശജാതൻ സ്ഥാപിച്ച ഒരു സഭ. ക്രൈസ്തവ സഭയിൽ ഞാൻ മനസ്സിലാക്കുന്നത് മൊണാസ്റ്റിസിസത്തിന്, സന്യാസ സങ്കല്പത്തിന് വളരെ വലിയ പങ്ക് വഹിക്കുന്ന ഒരു സഭയാണ് ജെസ്യൂട്ട് സഭ. ക്രൈസ്തവ സഭയുടെ സന്യാസം എന്ന് വെച്ചാൽ പ്യൂരിറ്റി, പോവർട്ടി, ഒബീഡിയൻസ്. പ്യൂരിറ്റി പരിശുദ്ധി, പോവർട്ടി ദാരിദ്ര്യം, ഒബീഡിയൻസ് അനുസരണം. ഇത് മൂന്നുമാണ് വേണ്ടത്. പക്ഷേ ഈ മൂന്നും എല്ലാ ക്രൈസ്തവ സന്യാസി സഭാംഗങ്ങളിൽ ഉണ്ടെങ്കിലും ജെസ്യൂട്ട് സഭയിൽ അത് കൂടുതലാണ്. അവരുടെ സന്യാസം എന്ന് പറയുന്നത് ഭാരതീയ സന്യാസവുമായിട്ട് വളരെ ഒത്തുചേർന്നതാണ്. ക്രൈസ്തവ സഭ പ്രത്യേകിച്ചും സേവനത്തിന് പ്രാധാന്യം നൽകുമ്പോൾ ഇവർ സേവനത്തിനോടൊപ്പം സാധനയ്ക്കും പ്രാധാന്യം നൽകുന്നു. അതോടൊപ്പം ദാർശനികമായ ചിന്താഗതികൾ, നമ്മളൊരു ദൃശ്യം കണ്ടാൽ പോരാ, അതിൻ്റെ പിന്നിലുള്ള ദർശനം. അപ്പോൾ ഇവിടെ പ്രത്യേകിച്ചും ശങ്കരൻ്റെ ഈ മണ്ണിൽ സമീക്ഷ ശങ്കര ദർശനവും, അതുപോലെ സെയിൻറ്റ് അഗസ്റ്റിൻ, സെൻറ് തോമസ് എക്യൂനാസ് തുടങ്ങിയ ക്രൈസ്തവ തത്വചിന്തകന്മാരുടെ ചിന്തകളും അവരുടെ താരതമ്യ പഠനങ്ങൾ നടത്തുന്നു. ക്രിസ്തു മതത്തിൻ്റെ ഭാരതവൽക്കരണം ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ട ഒരു കാര്യമാണ്. അത് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ ആരണ്യക സദൃശമായ പെരിയാറിൻ്റെ തീരത്തുള്ള ഈ സമീക്ഷയിൽ ഒരു തവണയെങ്കിലും ഒരു സന്ദർശനം വേണ്ടതാണ്. ആരണ്യക സദൃശമായ ഒരു അന്തരീക്ഷമാണ് സമീക്ഷയുടേത്.
ഇവിടെ ആദ്യമായിട്ട് വരുന്നത് ഒരു 10-20 വർഷം മുമ്പാണ്. അതായത് പ്രബുദ്ധ കേരളത്തിലെ രാമകൃഷ്ണ മിഷൻ്റെ മാസികയാണ് പ്രബുദ്ധ കേരളം. അതിൽ ഫാദർ എസ് പൈനാടത്ത് എന്ന് പറഞ്ഞിട്ട് ഭഗവത്ഗീതയെക്കുറിച്ച് എഴുതുന്നുണ്ട്. അപ്പം അങ്ങനെ ആ പേരെനിക്ക് ഇത് പരിചിതമാണ്. ഞാനന്ന് സെൻറ്റ് തോമസ് കോളേജിൽ പഠിക്കുന്ന സമയം രാമകൃഷ്ണ മിഷനൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന കാലം. അത് കഴിഞ്ഞ് ഞാൻ ശങ്കര യൂണിവേഴ്സിറ്റിയിൽ റിസർച്ചിന് വന്നപ്പോഴാണ് ഇവിടെ വരുന്നത് ആദ്യമായിട്ട്. പക്ഷെ അന്നൊരു വരും പോകും കാണും. പിന്നെ ആദ്യമായിട്ട് വരുന്നത് ഈ ധർമ്മ സമീക്ഷ, സെക്കൻഡ് സാറ്റർഡേകളിൽ നടക്കുന്ന ധർമ്മ സമീക്ഷയിൽ ഭാരതീയ ഗുരുപരമ്പരയെക്കുറിച്ചിട്ട് ഒരു വർഷമുണ്ട്. അതിൽ രാമകൃഷ്ണ പരമഹംസരെക്കുറിച്ച് എടുക്കാനാണ് ഞാൻ ആദ്യമായിട്ട് ക്ലാസ് എടുക്കാനാണ് വരുന്നത്. പിന്നെ തുടർന്ന് എത്രയോ വർഷങ്ങൾ പല പരിപാടികളുമായിട്ട് നടന്നു. ആയിരത്തി 1987 സമീക്ഷ ആരംഭിക്കുന്നത്. മിത്രസ്യ ചക്ഷുഷാ സമീക്ഷാമഹോ എന്ന ഋഗ്വേദവാക്യമാണ് ഇതിൻ്റെ അടിസ്ഥാനമായിട്ട് നിൽക്കുന്നത്. എന്ന് വെച്ചാൽ മിത്രത്തിൻ്റെ കണ്ണുകളിലൂടെ നമുക്ക് എല്ലാറ്റിനെയും കാണാം. പ്രകൃതിയെയും മനുഷ്യനെയും സർവ്വചരാചരങ്ങളെയും കാണാം നമുക്ക് മിത്രത്തിൻ്റെ കണ്ണുകളിലൂടെ. അതുകൊണ്ട് തന്നെ സമീക്ഷയ്ക്ക് എല്ലാറ്റിനെയും ഉൾക്കൊള്ളാനുള്ള ഒരു ആഴമുണ്ട്. സമീക്ഷ എല്ലാ മതങ്ങളെയും ഉൾക്കൊള്ളുന്നു, എല്ലാ സംസ്കാരങ്ങളെയും ഉൾക്കൊള്ളുന്നു. അതുപോലെ തന്നെ ഇവിടെ കടന്നു വരുന്ന എല്ലാവരും അവർ വളരെ സ്വതന്ത്രമായിട്ട് അവരുടെ അഭിപ്രായങ്ങൾ പറയാനുള്ള വേദിയാണ് സമീക്ഷ. ഇത് ആരംഭിക്കുന്നത് 1987 സെബാസ്റ്റ്യൻ പൈനാടത്ത് എന്ന് പറയുന്ന ഒരു ജെസ്യൂട്ട് വൈദികനാണ് ഇത് ആരംഭിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ക്രാന്ത ദർശനമാണ് ഇതിന് അടിസ്ഥാനമായിട്ടുള്ളത്. അദ്ദേഹം ഇന്ത്യയിലും യൂറോപ്പിലും അറിയപ്പെടുന്ന ഒരു ചിന്തകനാണ്, എഴുത്തുകാരനാണ്. അദ്ദേഹത്തോടൊപ്പം ഇതിൻ്റെ പ്രവർത്തനത്തിന് ശക്തി പകർന്നത് ബ്രദർ വർക്കി മാമ്പിള്ളി എന്ന് പറയുന്ന ഒരു ഈശ്വരസഭ ബ്രദറാണ്. ഇവിടെ ഈ കാണുന്ന കെട്ടിടങ്ങളെല്ലാം അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് പണിയപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ദർശനം, സമീക്ഷ എന്ന് പറയുന്ന ദർശനം കടന്നു വന്നത് സെബാസ്റ്റ്യൻ പൈനാടത്തച്ഛൻ്റെ ആ ചിന്തയിൽ നിന്നാണെങ്കിൽ അതിൻ്റെ ബാഹ്യമായിട്ടുള്ള രൂപം, അതിന് മനോഹാരിത കൊടുത്തത് ബ്രദർ വർക്കി മാമ്പിള്ളിയാണ്. സമീക്ഷ യാത്ര ചെയ്യുന്നു. സമീക്ഷ ഇതിലെ ഒഴുകുന്ന, ഇതിൻ്റെ തൊട്ടടുത്ത് വഴി ഒഴുകുന്ന പെരിയാറ് പോലെയാണ്. എല്ലാ പ്രതിസന്ധികളെയും പ്രശ്നങ്ങളെയും അതിജീവിച്ചുകൊണ്ട് സമീക്ഷ ഇന്നും എല്ലാ സംസ്കാരങ്ങളെയും മതങ്ങളെയും ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് ആഗ്രഹിക്കുന്നു. ഇന്നും എന്നും സമീക്ഷയിലേക്ക് ഏവർക്കും സ്വാഗതം അരുളുന്നു. ഇതാണ് സമീക്ഷ, പെരിയാറിന്റെ തീരത്തെ ആത്മീയ കേന്ദ്രം.